സോ ഹായ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാക്ടീസ് സെഷൻസ് ആണ്. പ്രാക്ടീസ് സെഷൻ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ സെക്കൻഡ് പ്രാക്ടീസ് സെഷൻ ആണ്. സോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ ഈ പ്രാക്ടീസ് സെഷനിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എന്നോട് ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നോ പറയാൻ പറ്റും, നമ്മുടെ ബൗണ്ടറീസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം ഒരുപാട് പേര് ഈ ഒരു കടമ്പ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു കടമ്പ കടക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരുപാട് ഡിഫിക്കൽട്ടീസും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എനിക്കത് അറിയാം അത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. കാരണം ഒബ്വിയസ്ലി ഞാനും അത് ഫേസ് ചെയ്ത് വന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് എന്താണ്, എല്ലാവരും ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നോട് ചോദിക്കുന്നവർക്കേ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസ് സെഷൻസ് കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങളുണ്ടാവും അല്ലെ? ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നവർക്ക് മാത്രമല്ല, ഇതൊരു എന്താ പറയുക, ഇതെല്ലാവർക്കും വേണം, ഇതെല്ലാവർക്കും വേണ്ട കാര്യമാണ് അല്ലെ? സോ ഞാനിത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഞാനൊരു ഫ്രെയിം വർക്ക് പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അതൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ഒക്കെ ആയിട്ട് നമുക്ക് ഒരാളോട് എന്ത് പറയാം, നോ പറയാൻ പറ്റും അല്ലേ? അപ്പൊ സോ ഇവിടെ നമുക്ക് ആ ഒരു മെത്തേഡ്സ്, ആ സ്റ്റെപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം. ലേറ്റ് ആക്കണോ നമുക്ക്? വേണ്ട. വേണോ? ലേറ്റ് ആക്കണോ നമുക്ക്? വേണോ? ലേറ്റ് ആക്കണോ? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ. സോ നമുക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ, അപ്പം അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ, അവർക്ക് വിഷമാവില്ലേ, അങ്ങനെ എന്തൊക്കെയോ കുറെ ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് വരും അല്ലേ? അപ്പൊ ഈ ചിന്തകള് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ യെസ് പറയാൻ, നോ പറയേണ്ടടുത്ത് നമ്മൾ യെസ് പറയും. ഈ യെസ് പറഞ്ഞാലുള്ള ഒരു കുഴപ്പം എന്താണ്? ആ യെസ് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. പക്ഷെ നമ്മൾക്കിപ്പോ നമുക്ക് നോ പറഞ്ഞാൽ ചിലപ്പോൾ അവര് ഇപ്പൊ വേറെ ഓപ്ഷൻ നോക്കുമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, നോ പറയില്ല. നോ പറയാതെ നമ്മൾ എന്ത് ചെയ്യും? യെസ് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ലോഡും നമ്മളുടെ എക്സ്ട്രാ ലോഡും എല്ലാം നമ്മൾ എടുക്കും, ആ എഫേർട്ട് എടുക്കും. അപ്പൊ ആർക്കാണ് ഇവിടെ ശരിക്കുള്ള ബുദ്ധിമുട്ട് വരുന്നത്? നമുക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ? അതായത് പക്ഷെ നമുക്കത് എടുത്തടിച്ചോണം പറ്റൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? നമ്മൾ തേനിലൊക്കെ പൊതിഞ്ഞിട്ട് പറയേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് അത് പറയാ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാതെയും കൂടെ നമുക്ക് പറയാൻ പറ്റണം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെ? അപ്പൊ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? സ്റ്റെപ്പ് നമ്പർ 1 അവരെ മനസ്സിലാക്കുന്നതായിട്ട് പറയും. അവരെ മനസ്സിലാക്കുന്നു, അതായത് അവരുടെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കുന്നു. അതായത് അവരുടെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയതായിട്ട് തന്നെ പറയാം. അതായത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ അവസ്ഥ എനിക്ക്, അല്ലെങ്കിൽ നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പം അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് റിലേറ്റ് ആവുക? എന്താണ് റിലേറ്റ് ആവുക? അപ്പൊ ഞാൻ പറയുവാണ്, ഓക്കെ, നിങ്ങൾ ചോദിച്ച അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അവർക്ക് മനസ്സിലാവുക? അവർക്ക് എന്താ ഫീൽ ചെയ്യുക? അല്ല, അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കുന്ന പോലെ എന്നെ ശരിയാണ്, അവൾക്ക് അപ്പൊ എന്നെ മനസ്സിലായി എന്ന് തോന്നും അല്ലെ? ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? സ്റ്റെപ്പ് നമ്പർ 2 പറയാ എന്താ പറയണ്ടേ? എനിക്ക് ഇപ്പൊ ഇത് സാധിക്കില്ല എന്ന് പറയാം. ഇപ്പൊ എനിക്ക് ആദ്യം നമ്മൾ പറഞ്ഞു, എനിക്ക് ഇതിന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പോ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ എനിക്ക് പറ്റില്ല. സ്റ്റെപ്പ് നമ്പർ 3 സജസ്റ്റ് എ മെത്തേഡ്. ഒരു മെത്തേഡ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഒരു വഴി സജസ്റ്റ് ചെയ്യാം. എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സിനാരിയോയില്. ഇപ്പൊ എനിക്ക് ഇത് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്, ഞാൻ കുറച്ച് സിനാരിയോസ് പറയാട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റിലേറ്റ് ആവും. ഇപ്പൊ എന്നിട്ട് ഒരു കാര്യം അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനാരിയോനെ ബേസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു കാര്യം നമുക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു കൊടുക്കാം. അപ്പൊ അവര് സ്റ്റക്ക് ആവോ, അതോ അവര് വേറെ രീതിയിൽ ചിന്തിക്കോ, അതോ അവർക്ക് നമ്മളോട് വിഷമം വരുമോ? ഒബ്വിയസ്ലി വേറെ രീതിയിൽ ചിന്തിക്കും അല്ലെ? കാരണം നമ്മൾ എന്ത് ചെയ്യുവാണ്, അപ്പോഴും നമ്മൾ എന്താണ്, ഒരു ഹെൽപ്പാണ് ഓഫർ ചെയ്യുന്നത്. ചിലപ്പോൾ അവര് പറയുന്ന ഡയറക്റ്റ് ഹെൽപ്പ് നമുക്ക് ചിലപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ വി ആർ സജസ്റ്റിംഗ് സംതിങ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വേണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാന്ന് പറയാം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആളെ കണക്ട് ചെയ്ത് തരാം, അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ ഒന്ന് വിളിച്ച് ഞാൻ ചോദിച്ചിട്ട് ഞാൻ അയാളായിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് കുറേ കൂടെ കാര്യം ഈസിയായി. അപ്പൊ ലിറ്ററലി അവിടെ ഹെൽപ്പ് തന്നെയാണ്, പക്ഷെ അവർ ഉദ്ദേശിച്ച ഹെൽപ്പ് ആയിരിക്കില്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുക, അല്ലേ? ശരിയാണോ? അപ്പൊ ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, അവരുടെ ഫീലിങ്സ് നമ്മൾ അംഗീകരിച്ചതായിട്ട് പറയാം. സ്റ്റെപ്പ് നമ്പർ 2, നമ്മൾക്ക് ഇതിപ്പോ ഇപ്പോഴത്തെ ഈ സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3, സജസ്റ്റ് എ ന്യൂ മെത്തേഡ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു വഴി നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിനാരിയോസ് പറയാം, അപ്പൊ കുറച്ചും കൂടെ ഈസി ആവും. പറയട്ടെ? നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ ബോസ് നമ്മളോട് പറയുകയാണ്, 6 മണിക്കാണ് ഇറങ്ങേണ്ടത്, ഒരു 5:30 ആകുമ്പോഴത്തേക്കും പുതിയൊരു വർക്ക് കൊണ്ട് തന്നു. ഹൗ വിൽ യു റിയാക്ട്? ചെയ്യാന്ന് പറയും. ചെയ്യാന്ന് പറയുന്നതല്ല, നമ്മളുടെ ഈ പറയുന്ന സിനാരിയോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ സിനാരിയോയില് പിന്നെ ഈ 3 സ്റ്റെപ്പ് പറയണമല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറയേണ്ടത്? ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്താണ് ബോസിനോട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ TLനോട്, നമ്മുടെ ടീം മെമ്പറോട്, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ സ്റ്റാഫിനോട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? അത് അർജന്റ് ഒരു നമുക്ക് ആദ്യം ചോദിക്കാം അല്ലേ? നമുക്ക് ആദ്യം അങ്ങനെ ചോദിക്കാം അല്ലേ? ഇത് വളരെ ഇത് അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ആദ്യം ചോദിക്കാം. എന്നിട്ട് ഇപ്പോ എനിക്ക് വീട്ടിൽ പോകേണ്ട ടൈമായി, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അതായത് വീട്ടിൽ പോകേണ്ട ടൈം ആയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഞാനിത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് എനിക്ക് ഞാൻ വിചാരിച്ച സമയത്ത് കഴിയില്ല, എന്തായാലും ഇത് ലേറ്റ് ആവും, എന്തായാലും ലേറ്റ് ആവും അല്ലെ? അപ്പൊ ഒരുപാട് ലേറ്റ് ആവും എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനർത്ഥം നമ്മൾ എന്താണ് പറയണത്, നമ്മൾക്ക് ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടെന്നാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഞാനിത് ഇപ്പം ഇവിടെ ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അറിയാതെ ഇത്തിരി ലേറ്റ് ആവും. സോ ഒരു കാര്യം ചെയ്യൂ, ഞാനത് വീട്ടിൽ പോയിട്ടിരുന്ന് ചെയ്താൽ മതിയോ, അതോ ക്യാൻ ഐ ഡു ടുമോറോ മോർണിംഗ്, ഞാൻ ഏർലി മോർണിംഗ് ഞാൻ എത്താം, എന്നിട്ട് ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുവാണ്, നമ്മൾ ഒരു സജഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ? നമ്മൾ രണ്ട് ചോയ്സ് നമ്മൾ അവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സോ നമ്മൾ അവിടെ നമ്മളുടെ ബൗണ്ടറി പറഞ്ഞു, എനിക്കിപ്പം ഇത്രയും സമയത്തിനുള്ളിൽ എനിക്ക് ഇത് ചെയ്ത്, അല്ലെങ്കിൽ ഞാനൊരു 7 മണി വരെ ഞാൻ ഇരുന്നാൽ പോലും തീരില്ല ഇത്. സോ എനിക്ക് പിന്നെ ലേറ്റ് ആയി എനിക്ക് വീട്ടിലെത്താൻ ബുദ്ധിമുട്ടാണ്, ഞാനത് വീട്ടിലിരുന്ന് ചെയ്താൽ മതിയോ, അതോ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ ഞാൻ ഇവിടെ എത്തിയാൽ മതിയോ എന്ന് നമുക്ക് ചോദിക്കാം, അങ്ങോട്ട് സജഷൻ ചോദിക്കാം. അപ്പൊ അവർക്ക് ഒബ്വിയസ്ലി ആ ഏതെങ്കിലും ഒരു ചോയ്സ് അവർക്ക് സ്വീകരിക്കേണ്ടി വരും. എമർജൻസി, ഭയങ്കര ഹെവി എമർജൻസി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് വരുന്നത്. കുറച്ച് താഴത്തേക്കുള്ളതാണെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി ഈ 2 ചോയ്സ് നമുക്ക് അവർ സ്വീകരിക്കും അല്ലേ? ശരിയാണോ? ശരിയാണോ? ഇനി നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, അവർക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടതുണ്ട്, 2 പിള്ളേരെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്.
നമുക്കാണെങ്കിൽ വളരെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റോ എന്തെങ്കിലുമൊക്കെ വരാനുണ്ട്. How do you beautifully say no? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ദിസ് ഈസ് പ്രാക്ടീസ് സെഷൻ. നമ്മളിവിടെ തിയറി മാത്രമല്ല, റിയൽ ആയിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യും. സോണിയക്ക് പങ്കെടുക്കാട്ടോ. ഓക്കെ മാഡം. സ്റ്റെപ്പ് നമ്പർ 1. ഒരുപാട് സമയമില്ല, സിറ്റുവേഷൻ മനസ്സിലായി. നമ്മൾ ആ ചേച്ചി ഇപ്പൊ ഞാനാണ് വന്ന് ചോദിക്കുന്നത്, എന്റെ 2 മക്കളെ ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസിൽ ഇമർജൻസി മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലും ഗസ്റ്റ് വരണുണ്ടാവും. സോ ഹൗ യു ബ്യൂട്ടിഫുള്ളി സേ ടു മീ, എന്നോട് എങ്ങനെ പറയും? ഞാൻ എന്റെ 2 പിള്ളേരെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുക, 2 or 3 പിള്ളേരെ കൊണ്ടുവന്ന് എങ്ങനെ പറയും? സ്റ്റെപ്പ് നമ്പർ 1. പ്രാക്ടീസ്. സ്റ്റെപ്പ് നമ്പർ 1 തുടങ്ങുന്നില്ല. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, വരുന്നില്ല. ചേച്ചി ഒന്നും നോക്കണ്ട, മക്കൾ ഇങ്ങോട്ട് ആക്കിക്കോന്ന് പറയാം. പക്ഷെ നമുക്കും ഡ്യൂട്ടി ഉണ്ടല്ലോ, എമർജൻസി ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണല്ലോ. ആണ്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യും? അപ്പോ മാമിനും ഇപ്പോ സ്റ്റെപ്പ് 1 എന്താണ്? എമർജൻസി ആണോ മാമിന്, അല്ലെങ്കിൽ അത്യാവശ്യം ഇപ്പൊ എന്താ പറയാ, ആരാ നോക്കട്ടെ, ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് പറയണ ആരാ നോക്കട്ടെ. ഞാൻ പറയാം, ട്രൈ ചെയ്യാം, വരുമെന്ന് പറയാം. അതെ, നോക്ക്. എന്റെ ദൈവം, പറഞ്ഞു. ഒരാൾ തന്നെ പറയണമെന്നില്ല, ആരെ വേണേലും പറയാം. ഓക്കെ. എനിക്ക് മാമിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകും. അതെന്താന്ന് ചോദിക്ക, എന്താണ് ചേച്ചി, എന്താണ് പെട്ടെന്ന് എന്താണ് ചേച്ചി പറ്റിയേ എന്ന് ചോദിക്കാമല്ലോ നമുക്ക്. അതൊരു മനസ്സിലാക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതെ. എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അതെ. അപ്പൊ കാര്യം പറയാം. അയ്യോ, ഇത് എനിക്ക് സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ ചേച്ചി. ഇവിടെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് വരണുണ്ട്, കുറച്ച് വരണുണ്ട്. അപ്പൊ ഞാൻ മുതൽ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് എല്ലാം ചെയ്യുമ്പോ, എല്ലാവരും വരുമ്പോ കുഞ്ഞുങ്ങള് പാവം, അവർ ഇതിന്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോവില്ലേ? വെരി ഗുഡ്. അങ്ങനെ പറയാലോ. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ നമ്മള് ഫസ്റ്റ് 2 സ്റ്റെപ്പും കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആരെങ്കിലും വേറെ ഒരാൾ പറഞ്ഞു തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്താണ്? ചേച്ചി ഒരു കാര്യം ചെയ്യൂ, ഞാനൊന്ന് ഇവരൊന്ന് വിളിച്ചു നോക്കട്ടെ. അത് ഞാൻ അവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, കാരണം എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് നമ്പറൊക്കെ ഒന്ന് നോക്കിയിട്ട് ചിലപ്പം വേറൊരു ഫ്രണ്ടോ, അല്ലെങ്കിൽ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലമോ, അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ വീടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ടോ, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലം നമുക്ക് തന്നെ അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് ആക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം വേറെ തൊട്ടടുത്ത് വേറെ ഫ്രണ്ട്സിന്റെ വീടുകളുണ്ടാവും. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം, ഇല്ലേ? അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അവരെന്ത് പറയും? 2 ഓപ്ഷനാണ് അവരുടെ മുന്നിൽ. വേണ്ട മോളെ, അത് ഞാൻ നോക്കിക്കോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും? അത് അംഗീകരിക്കും. 2 ഓപ്ഷനേ ഉള്ളവർ.
പക്ഷെ നമ്മൾ അവിടെ എന്ത് പറഞ്ഞു? അവർക്കൊരു സജഷൻ കൊടുത്തു. അവർക്ക് അപ്പൊ അവിടെ എന്ത് തോന്നും? അതിലേതെങ്കിലും ഒന്ന് അവൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തോണ്ടാണ്. അല്ല, അവൾക്ക് പറ്റാത്തോണ്ടാണ്. കാരണം ഡിസിഷൻ തിരിച്ച് അവരുടെ തലയിലേക്ക് തന്നെ വെച്ചു കൊടുക്കും അല്ലേ? കാരണം അപ്പം നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. കാരണം നമ്മൾ അവിടെ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവരെ കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ ചേച്ചി ഉച്ചയ്ക്ക് അവരങ്ങ് പോകും, ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല എന്ന് നമുക്ക് അങ്ങോട്ട് പറയാം അല്ലെ? ഇപ്പൊ മീറ്റിംഗ് ആണെങ്കിൽ ചേച്ചി ഒരു മീറ്റിംഗ് ഒരു 2 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് വന്നോളാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ഒരുപാട് സജഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കാം. പറ്റൂലേ? പറ്റൂലേ? അപ്പം ഈ പറയുന്ന നമുക്ക് നമ്മളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നോ പറയാനായിട്ട് ഈ രീതിയിലാണ് നോ പറയുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഡിഫിക്കൽട്ട് ആണോ? അല്ല. അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് നോ പറയാൻ പറ്റില്ലേ? പറ്റും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. ഇനി ലാസ്റ്റ് സിനാരിയോ, നമ്മുടെ കോമൺ സിനാരിയോ. ഒരു 25,000 രൂപ കടം തരും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച്. നമ്മുടെ അടുത്തൊരു 40,000 രൂപയുണ്ട്, പക്ഷെ നമുക്ക് ഈ 40,000 രൂപയുടെ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ വന്ന് ചോദിക്കുവാണ്, ഞാൻ നാളത്തേക്ക് ഞാൻ തരാം, ഇന്നൊരു 25,000 രൂപ തരും. നമുക്കും നാളെ തന്നെയാണ് ആവശ്യം. ഇത് നിങ്ങൾ പറയണം. അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലോ? അയ്യോ, അല്ല, അത് ചാടിക്കേറി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ പോണം, ഈ പ്രൊസീജിയറിലൂടെ വേണം പോകാനായിട്ട്. ചാടി കയറിയിട്ട് നമ്മൾ അത് ഞാൻ എടുത്തല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എങ്ങനെ പറയാം? പറയും സോണിയ. ഇങ്ങനെ പറയാലോ, അങ്ങനെ അയ്യോ എന്റെ കയ്യില് കാശ് ഇരിപ്പുണ്ട്, പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ എന്താണ് സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ ചാടിക്കയറി പറയും സ്റ്റെപ്പ് നമ്പർ 1 എന്തോ ഇപ്പൊ അത്യാവശ്യമാണോ എന്ന് ചോദിക്കും. എന്തോ അത്യാവശ്യമാണോ? അപ്പൊ ഞാനാണ് ആള്, എനിക്കാ വേണ്ടത് പൈസ. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, അതെ അത്യാവശ്യമാണ്, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, എനിക്കൊരു ആൾക്ക് കൊടുക്കാനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ പ്രശ്നമുണ്ട്, എനിക്ക് അതുകൊണ്ട് കിട്ടിയാൽ നല്ലതായിരുന്നു. എന്റെ കയ്യില് ക്യാഷ് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്കും അത്യാവശ്യമായിട്ട് എനിക്കത് തിരിക്കാനുള്ളതാ. വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കോ, അല്ലെ ഇന്നെടുത്ത് ഒന്ന് ചോദിച്ചു നോക്ക്. ഇപ്പൊ എന്റെ കയ്യില് ഇല്ല, കാരണം എനിക്കിത് അത്യാവശ്യം അർജന്റ് കൊടുക്കാനുള്ള കാശാ. ഓക്കെ, നമുക്ക് ആ തേർഡ് ഓപ്ഷൻ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കിയോ. സെക്കൻഡ് ഓപ്ഷൻ ഓക്കെയാണ്, കാരണം നമ്മൾ പറഞ്ഞു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് നാളെ രാവിലെ തന്നെ എനിക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ തേർഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, തേർഡ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറയേണ്ടത്? തേർഡ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ സജസ്റ്റ് സജഷൻ ആണ്. സോ ഹൗ യു സജസ്റ്റ്? ഇന്ന വ്യക്തിയോടൊന്ന് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് ചെയ്തു നോക്കാം, എന്തെങ്കിലും പറയാം. പ്രാക്ടീസ് ചെയ്യും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ സോണിക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഫ്രണ്ട്സിനോട് ഗോൾഡ് എങ്ങനെ ചോദിച്ചത് പ്ലെഡ്ജ് ചെയ്തിട്ട് അങ്ങനെ ഒരു സജഷൻ വെച്ചൂടെ? അല്ല, അത് അവർക്ക് അവരോട് സജഷൻ പറയാം, പക്ഷെ അത് അവര് പറയുമ്പോ എന്നോട് പറയാം, ഞാൻ അയ്യോ അതൊന്നും പറ്റൂല, ഇപ്പൊ അതൊന്നും പറ്റൂല, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പം പലിശക്കൊക്കെ കൊടുക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കുന്നു പറയാം. ആടാ ഇന്ന വ്യക്തി ഉണ്ട്, ഒന്ന് ചോദിച്ചു നോക്ക്, തരുവാണെങ്കിൽ മേടിക്ക്, ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയും. ഓക്കെ, വേറൊരു മെത്തേഡും കൂടെ, അത് ഓക്കെയാണ്, ഫൈൻ. എനി അതർ സജഷൻ?
പിന്നെ സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് പണയം വെച്ച് എന്തെങ്കിലും ഉപയോഗിക്കുക. കയ്യിലുണ്ടെങ്കിൽ അത് അതിന്റെ അത്യാവശ്യത്തിന് ആകുമ്പോൾ ഉപയോഗിച്ചൂടെ? ഓക്കെ, ഇപ്പം അതും ഓക്കെയാണ്. നമ്മുടെ ഓക്കെ സിറ്റുവേഷനും എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു നല്ലൊരു മറുപടി എന്തായിരിക്കും? കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയി. നീ ഒരു കാര്യം ചെയ്യും, ഇവളോട് ചോദിക്ക്. ആ ചിലപ്പോ അവളുടെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോഴേക്കും അവളിങ്ങനെ ക്യാഷിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ട്. നീ ഒന്ന് ഉം. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ കിട്ടിയാലോ. ഓക്കെ ഇനി വേറെ പിന്നെ കുറച്ചും കൂടെ ആലോചിക്കട്ടെ, വഴികൾ വരട്ടെ. ഒരു 5,000 റുപ്പീസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാ അങ്ങോട്ട് പറയാം. പക്ഷെ ഇവര് ചിലര് മേടിച്ചോണ്ട് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ? അല്ല, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ചില ബെസ്റ്റ് ഫ്രണ്ടിന് ഈ കൂട്ടുകാർ തന്നെ മേടിച്ചിട്ട് ചില സമയത്ത് നമ്മൾ ചോദിച്ചിട്ട് പിന്നെ ശത്രുക്കളാവും. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതെ, അനുഭവം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ. അനുഭവം ഇല്ലാത്തവർക്ക് ഒരു 5,000 രൂപ വേണമെങ്കിൽ കൊടുക്കാം. അത് വേണം ചെയ്യാം. അത് തരുന്നവരാണെങ്കിൽ അവർ തിരിച്ചും തരുന്നവർക്കാണെ കൊടുക്കാം. അതെ, അതായത് നമുക്കറിയാം അവർക്കൊരു വളരെ എമർജൻസി ആയതുകൊണ്ടാണ് അവർ തരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളവർക്കാണെങ്കിൽ എനിക്ക് കുറെ പറ്റി അതുകൊണ്ടായി പറയുന്നത്. ഓക്കെ, അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5,000 റുപ്പീസ് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ 5,000 റുപ്പീസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരാളോട് വേണമെങ്കിൽ ഞാൻ അയാളുടെ നമ്പർ തരാം, അയാള് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്, സോ ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയാം അല്ലേ? അത് തന്നെ. ഇന്ന ആള് കൊടുക്കുന്നുണ്ട്, കാരണം ഞാൻ അയാളുടെ അടുത്ത് നിന്ന് ഇതുപോലെ റോൾ ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ ഒന്ന് കണക്ട് ചെയ്ത് തരാം. ഇപ്പൊ തന്നെ ഞാൻ അയച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ചിലപ്പോ അവിടെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞാല് എങ്ങനെയായിരിക്കും? നമുക്ക് നോ പറയാൻ പറ്റില്ലേ? ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വലിയ ഹേർട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ അവരെ ഹെൽപ്പ് ചെയ്തു എന്നും ആവും. പക്ഷെ എന്നാ ആ റിലേഷൻഷിപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റാതെ നമ്മൾ അങ്ങ് പോകും. ശരിയല്ലേ? അവിടെ നമ്മൾ നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട്, ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? പക്ഷെ ഇത് നല്ലതാണ്. ഇത് നല്ലതാണല്ലേ? നല്ല പരിപാടിയാണല്ലേ? അതെ, നല്ല പരിപാടി. അല്ല, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ആ ബന്ധം പോവുകയുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ബന്ധം പോവാതെ നമുക്ക് അവര് സഹായിച്ചു എന്നും ആവും. ചില ആൾക്കാര് പക്ഷെ അങ്ങനെയല്ല, എന്തായാലും സ്വർണ്ണം ഇങ്ങോട്ട് തരുവോ, എന്തായാലും ഒന്ന് തിരിക്കാൻ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നമ്മൾക്ക് ഈ ഒരു 3 സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. നമുക്ക് വളരെ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച് കളയുന്ന കുറെ മനുഷ്യരുണ്ട്. അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. എല്ലാവരുടെ അടുത്തും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ലേ? നമുക്ക് എല്ലാവരുടെ അടുത്തും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ ചിലർ അംഗീകരിക്കത്തില്ല. അതല്ലേ സഹിക്കാൻ വയ്യാത്ത. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ചിലര് പറയും, എനിക്ക് അവിടെ നിന്ന് കിട്ടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലര് പറയും അത് ഇല്ല, എനിക്ക് 2 ദിവസത്തെ കാര്യത്തിനായിരിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് നമ്മളെ അങ്ങ് അതിനകത്തങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് കുഴപ്പിക്കും. അവരെങ്ങനെങ്കിലും അതെന്താ മറുപടി പറയാം? ഞാൻ കുറെ നോക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും ചില സമയത്ത് ചിലർക്ക് കൊടുക്കാതിരിക്കാനുള്ള അവസ്ഥ. കാരണം ചിലർ തരത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷെ ചിലതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഈ വീഴ്ത്തി കളയും. അതാണ് ഒരു വിഷമം. നമ്മളെ നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോ. നമ്മള് നോ പറയുന്നില്ലല്ലോ. പക്ഷെ നോ അഥവാ പറഞ്ഞാലും
ചില ആൾക്കാർ ആ നോയിനകത്ത് വീഴത്തില്ല. കാരണം ഇന്നടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ ഇന്നതുപോലെ എന്ന് പറഞ്ഞാലും അവർക്കത് കാണത്തില്ല. അയ്യോ അത് അവരുടെ കാണത്തില്ല. ഇങ്ങനെയുള്ളൊക്കെ ഒരു കാര്യങ്ങൾ ഇവര് ഇങ്ങോട്ട് നമ്മളോട് പറയും. അതാണ് ഒരു ഓക്കെ, സോ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എനിക്കിപ്പം ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ എന്റെ ഒരു സിറ്റുവേഷനിൽ എനിക്കത് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പറ്റത്തില്ല. എനിക്ക് പറ്റൂല. ആ അപ്പൊ അത് ഞാൻ പറയും, അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാം. അതേ പറ്റുള്ളൂ. നമ്മൾ അതുകൊണ്ടാ അതേ പറഞ്ഞത് നമ്മളെ പറ്റത്തുള്ളൂ. അതേ പറ്റൂ. സെക്കൻഡ് സിനാരിയോയില് നമ്മൾ പറയുന്നുണ്ട് നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ സിനാരിയോയില് അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കതിന് കഴിയില്ല. ആ. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. അതെ. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറ്റില്ല എന്ന് പറയണതും തേർഡ് സ്റ്റെപ്പിൽ സജഷൻ കൊടുക്കുന്നതും. അതെ. പിന്നെ അവർക്ക് ആ സജഷനിൽ നിന്ന് ചൂസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഓൾറെഡി ഡിനൈ ചെയ്തു, നമ്മളെ കൊണ്ട് ഇപ്പൊ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതും അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്നതുമായിട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ എന്നോട് വന്നിട്ട് ഒരാൾ പൈസ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി പറയുന്നത് എന്ത് ഇത്ര അത്യാവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ എന്താടാ നിനക്ക് പറ്റിയേ എന്ന് പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ ചോദിക്കുന്നത്. എന്താടാ നിനക്ക് പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും. അപ്പൊ എന്റെ അപ്പൊ അങ്ങനെയാണോ, എനിക്ക് മനസ്സിലാവും. അത് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണ്, എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ എപ്പോഴൊക്കെയോ ഞാൻ ഈ സിനാരിയോയിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സിറ്റുവേഷൻ. പക്ഷെ ഇപ്പോ എനിക്ക് ഇത്രയും എമൗണ്ട് എന്റെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ ഒരു കറണ്ട് സിനാരിയോയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്ന ആള് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. കാരണം എനിക്ക് ഇതുപോലെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോ അല്ലെങ്കിൽ ഇന്ന ഹെൽപ്പ് വേണ്ടി വന്നപ്പോ ഞാൻ ഈ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ആളെ എനിക്ക് 1-2 ആൾക്കാരെ എനിക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് മൊത്തം പറഞ്ഞു കഴിയുമ്പം ഇവർക്ക് തന്നെ മനസ്സിലാവൂല നമ്മൾ നോ പറഞ്ഞതായിട്ട്. അത് മനസ്സിലാവൂല. കാരണം അവരെ നമ്മൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ നമ്മൾ നോ പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സജസ്റ്റ് ചെയ്തു. ആ സജഷൻ എന്ന് പറയണത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണ സജഷൻ, അല്ലാണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ സ്റ്റെപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എടാ അങ്ങനെ ഒരാൾ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു, ഞാനൊരു കാര്യം എന്റെ നമ്പർ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ തന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇവരെ ഒന്ന് വിളിച്ചു നോക്കും, അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കും, ചിലപ്പോൾ അവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ബാങ്കിൽ ഞാൻ അന്ന് പോയപ്പോ എന്നോട് അവരിങ്ങനെ പറഞ്ഞായിരുന്നു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സോ ഡെഫിനറ്റ്ലി അവരത് ട്രൈ ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ കൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. നമ്മുടെ ചേടാ അങ്ങനെയല്ലടാ, എനിക്ക് പൊട്ടും പറ്റൂലടാ, നീ പറയണ ഇങ്ങനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പക്ഷെ ബാങ്കിലൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അല്ലാതെ ക്യാഷ് കിട്ടുന്നേ അല്ല, ഇത് നമ്മൾ ക്യാഷിന്റെ പുറകെ പോകണ്ട, ജസ്റ്റ് സിനാരിയോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കേൾക്കുന്നില്ല? ഇല്ല കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ബാങ്കിൽ പോകുന്ന കാര്യം എന്തോ ആണ് തോന്നുന്നു അനുഷ ചോദിച്ചത്. അപ്പോ അത് നമുക്ക് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് കുറച്ചും കൂടെ, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ബാങ്കിന്റെ സിനാരിയോ അല്ല, ഇപ്പം ഞാൻ പറഞ്ഞു തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി 2 കുട്ടികളെ കൊണ്ട് തരുമ്പോൾ വരെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഏത് സിനാരിയോ അല്ല, ഈ 3 സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സജഷൻസ് പോലെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ നിന്നാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ റൈറ്റ് നൗ ഐ കാൺ ഹെൽപ്പ് യു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. 3 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് നമ്പർ 1 അവരെ മനസ്സിലാക്കിയതുപോലെ സംസാരിക്കുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2 നമ്മളുടെ കാര്യം നമ്മൾ പറയാം, നമുക്കിപ്പോ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയാം. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3 സജസ്റ്റ് മെത്തേഡ്സ്, സജസ്റ്റ് വേസ്, അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ സജസ്റ്റ് സംവൺ എൽസ് നമ്പർ, ഒരാളുടെ നമ്പറോ എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റോ എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്തു കൊടുക്കാം. അതുകൊണ്ടാണ് 3 സിനാരിയോ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയുണ്ട്. അതെ, നമുക്ക് ഈ ഇങ്ങനെ താല്പര്യമില്ല, നമ്മൾ ഈ പണി മേടിച്ചു കൊടുക്കുന്നവർക്ക് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരായിരിക്കും ചിലപ്പം.
അപ്പൊ നമുക്ക് ഈ പണി മേടിച്ച് തരുമെന്നൊരു ഉറപ്പ് ഒരു ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഇവരെ കുറിച്ച് ഉണ്ടായിരിക്കും. അപ്പൊ അവരോട് നമ്മൾ ഒരാള് സജഷൻ ചെയ്യുമ്പോ അവർക്ക് അതെന്തായിരിക്കും നമ്മൾ അതങ്ങനെ കൊടുക്കുമ്പം അത് ശരിയാണോ അങ്ങനെ ചെയ്യുമ്പോ? എനിക്ക് സിനാരിയോ ക്ലിയർ ആയില്ല. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി, അതായത് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ ഇരിക്കട്ടെ, ചില സമയത്ത് ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ചിലർ തിരിച്ചു കൊടുക്കാത്തവരായിരിക്കാം. സിറ്റുവേഷൻ അങ്ങനെ വരുമ്പം ചിലർ തിരിച്ചു കൊടുക്കൂല. എന്നിട്ട് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ നമ്മൾ ഒരാളെ സജഷൻ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വാക്കും കേട്ട് അവർ പോയി മേടിച്ചു കഴിഞ്ഞാൽ നാളെ അതൊരു പ്രശ്നമാവൂലേ? അവിടെ എന്ത് ചെയ്യാൻ പറ്റും സോണിയ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ സോണിയക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? കാരണം സോണിയക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. സോണിക്ക് മുന്നിൽ സോണിയന് ചിലപ്പോ അനുഭവങ്ങളായിരിക്കാം, സോണിയക്ക് അതൊരു പേടിയുണ്ട്. അപ്പൊ സോണി അങ്ങനെയുള്ള സിനാരിയോയിൽ എന്ത് ചെയ്യും? പറ. കാരണം അവരെ കെറുപ്പിക്കാനും പാടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതേ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നമ്പർ കൊടുക്കുന്നതിന് മുന്നേ ആളായിട്ട് വിളിക്കുക. വിളിച്ചിട്ട് പറയാം, ഞാൻ ഒരാളുടെ നമ്പർ തരുന്നുണ്ട്, അവരുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇത് പക്ക പ്രൊഫഷണൽ ആണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റെഫറൻസ് തരുന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അല്ലേ? ഹലോ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ശരിക്കും ഞാന് ലാസ്റ്റ് ആയപ്പോഴാണ് ഇതിനകത്ത് കയറിയത്. പക്ഷെ എങ്കിലും നമ്മള് ഇതിപ്പം നമ്മൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ള തോട്ടും കാര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മളുടെ ഫുൾ സെക്ഷനും കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മള് അങ്ങനത്തെ ഒരു പാതയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരാൾക്ക് കാശ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോ വരുമ്പം നമ്മളങ്ങനെ ഇന്ന ആൾക്ക് കൊടുത്താൽ അത് കിട്ടില്ല എന്നുള്ളൊരു തോട്ടോട് കൂടി നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് സക്സസ് ആവില്ലല്ലോ. പക്ഷെ നമ്മള് ഈ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ഇന്ന ആള് നമുക്ക് തിരിച്ചു തരും, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ അതൊരു പോസിറ്റീവ് സിറ്റുവേഷൻ ആക്കി നമ്മളെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കിട്ടില്ലേ? നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം നടക്കും. പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ സേഫ് സൈഡിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം. ഇപ്പൊ സോണിയ പറഞ്ഞത്, സോണി ഇതുവരെ എൻ്റെ അടുത്തൊന്നും ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ സോണി ഇത്രത്തോളം പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സോണിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സോണി എന്താണ് തിങ്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു സോണിയക്ക് ഒരുപാട് പേടികളുണ്ട്, ഒരുപാട് ആൻഷ്യസ് ആണ് സോണിയ. അപ്പം ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരാളോട് നിങ്ങൾ പോസിറ്റീവ് ആവണം, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കണം, പോസിറ്റീവ് ആയിട്ടേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ആളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെയുള്ള ഭയങ്ങളും ആൻഷ്യസും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അറിയാലോ, നമ്മളുടെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഒരു കാര്യത്തോട്. ഒരു കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതി, ഇതെല്ലാം ഇതിന് ബാധകമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പോസിറ്റീവ് ഒരാൾക്ക് ആവാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം മോട്ടിവേഷൻ കൊടുത്താലും ആ മോട്ടിവേഷൻ എത്ര ആയുസ് ഉണ്ടാവുള്ളൂ? മോട്ടിവേഷൻ ആയുസുണ്ടാവും. ഇപ്പം സോണിയോട് ഞാൻ പറയാം, സോണിയ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുമെന്ന് ഞാൻ സോണിയോട് പറഞ്ഞ, സോണിയ മാമിന് അറിയില്ല ഞാൻ 2 വട്ടം പണി കിട്ടിയിട്ടുണ്ട് എനിക്കെന്ന് പറയും. അപ്പൊ ഞാൻ എന്താ പറയാ, സ്വാഭാവികമായി നമുക്ക് പണി കിട്ടുമ്പോൾ നമ്മളെ മനസ്സിന് ആ ഒരു തോട്ട് അങ്ങനെയാവും. അതെ, അപ്പൊ ഈ പണി കിട്ടണം, ഇവിടെ ഈ പണി കിട്ടുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ റിപ്പീറ്റഡ് പണി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ലൂപ്പിൽ പോകുന്നുണ്ടാണ്. സോ നമ്മൾ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടി വരുന്ന ഈ യാത്രയിൽ കൂടെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ഈ ഒരു യാത്രയിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടല്ല, നമുക്ക് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറെ ആക്ഷൻസ് ആണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യാൻ പറ്റും, ഇതാണ് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള ഇത് പ്രാക്ടീസ് സെഷൻ ആണല്ലോ. പ്രാക്ടീസ് സെഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ റിയൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഇപ്പൊ രശ്മി പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
കാരണം നമ്മളിവിടെ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഈ ഒരു സിനാരിയോയിലുള്ള ഒരു വ്യക്തിയോട് നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. സോ ഇങ്ങനെയുള്ള ഉള്ളിൻ്റെ ഉള്ളില് നമുക്കുള്ള ഭയം, ഈ എന്താ പറയുക, ആൻഷ്യസ് ആവുക, നമുക്കുള്ള ഡൗട്ടുകള്, പിന്നെ ഈ വിഷമങ്ങള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ റിലീസ് ചെയ്യാതെ, ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് കളയാതെ നമുക്ക് എത്ര പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാലും നടക്കില്ല. നമ്മൾ വീണ്ടും തിരിച്ച് ഈ സംശയങ്ങളിലേക്കൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് സംശയം വരും, നമുക്ക് പേടി വരും, നമുക്ക് വിഷമം വരും, നമ്മൾ ഈസിലി ഹേർട്ട് ആവും നമുക്ക്. പിന്നെ നമ്മൾ അതുകൊണ്ട് വർഷങ്ങളോളം നടക്കും. ഇതന്നെല്ലാം റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കണേ നമുക്ക്. സോ ഈ സെയിം മിസ്റ്റേക്സ് തന്നെ നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ സെയിം ഫീലിങ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. എത്ര വർഷം നമ്മൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സായിട്ട് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? സോ അത് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ലൂപ്പിൽ വീഴുന്നു, നിങ്ങൾ ലൂപ്പിൽ വീണുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹോപ്പ് കാണാൻ പറ്റുള്ളൂ. നമുക്കിനി എന്ത് ചെയ്യണം? ആസ് എ പേഴ്സൺ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണ്ടേ? ആസ് എ പേഴ്സൺ നമ്മൾ അവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡെഫിനറ്റ്ലി അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യാത്തവരോട് എനിക്ക് ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ആ പ്രാക്ടീസ് സെഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അല്ലാത്തവരിനി എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു മാറ്റം എനിക്ക് വേണം, എനിക്കൊരു മാറ്റം വേണം, എനിക്കിത് പറ്റില്ല, എനിക്ക് ഈ സെയിം റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് എനിക്ക് പറ്റില്ല, എൻ്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണം, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്ന മനസ്സോടെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കണം, എനിക്കൊന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എനിക്ക് എടുക്കണം, ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഞാൻ കുറ്റബോധത്തോടു കൂടിയാണ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള ലൈഫൊക്കെ എനിക്ക് മാറ്റണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഹിയർ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ 30 ദിവസത്തെ ബ്രേക്ക് ദ ലൂപ്പ് നമ്മൾ ഈ ഒക്ടോബർ 9 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രജിസ്ട്രേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കാരണം ഇപ്പോൾ ഞാൻ ഒരാളെ കണക്ട് ചെയ്ത് തരാം. ബ്രേക്ക് ദ ലൂപ്പ് 19 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് ഇരിക്കുന്നത്, ശാന്തിനി. ഷീ വിൽ ടെൽ യു എന്താണ് ഈ 19 ദിവസം കൊണ്ടുണ്ടായ ഒരു മാറ്റം, എന്താണ് ഞങ്ങളുടെ ക്ലാസ് എന്നുള്ളത്. 19 ദിവസമായിട്ടുള്ളൂ. ഇന്ന് 20ാമത്തെ ദിവസം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. പറയും, ഒന്ന് ഷെയർ ചെയ്തു. ഹായ്. അത് ഒരു വാക്കിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നോ പറയാനുള്ള കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ മാം. പക്ഷെ അത് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ എങ്ങനെ വരുത്തണം എന്നുള്ളത് ബ്രേക്ക് ദ ലൂപ്പിൽ ശരിക്കും പറയുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോരോ നമുക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഓരോരോ ക്ലാസ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓരോരോ ക്ലാസ്സിൽ നമ്മൾ ഓരോന്ന് കേൾക്കുന്തോറും ഇത് ശരിയാണല്ലോ, ഇത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതില് ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര മിറാക്കിൾ പോലെ അങ്ങനെ തന്നെ പറയാം നമുക്ക്. അത്ര ചേഞ്ച് ആണ് 19 ദിവസത്തിൽ നല്ല ചേഞ്ച് ഉണ്ട് നമുക്ക്. ഇപ്പൊ പറയണ കാമായി കുറെ കൂടെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആവും. പേടി, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ വരാതെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന ഒരു സമയം, സങ്കടം വരുന്ന സമയമാണെങ്കിൽ ഓക്കെ, ഇതെനിക്ക് സങ്കടം വരുന്നുണ്ട്, ഇത് എന്തിനാണ് വരുന്നത്, ഇത് നമുക്ക് ഓക്കെ ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സങ്കടം അകത്തേക്ക് ആ സിറ്റുവേഷനിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. എന്നിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ആ സങ്കടത്തിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ട്രാക്ക് കയറും. അതൊരു വല്ലാത്ത ട്രാൻസിഷൻ ആയിരുന്നു. അത് പല സിറ്റുവേഷൻസിലും
ഇപ്പൊ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് ഇന്നലത്തെ 19ാമത്തെ, ഇതിപ്പോ ഇന്നത്തെ 20ാമത്തെ ക്ലാസ്. ഇന്നലത്തെ ക്ലാസ് എനിക്ക് അമ്മയെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങള് ഓരോ ദിവസം കഴിയുന്നവരെ ഏറ്റവും അവസാനം മാം ചോദിക്കുന്നത് എങ്ങനെയുണ്ടായി ക്ലാസ്സിൽ. എല്ലാ ദിവസവും ഒന്നും തന്നെയാ പറയണേ, എപ്പോഴും സർപ്രൈസ് ആണ് കിട്ടുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സിന്റെ അവസാനം എന്നും സർപ്രൈസ് ആണ് കിട്ടുന്നത്. എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ പറയുന്നത്. പക്ഷെ വെറുതെ പറയണമല്ല. പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് കയറാനായിട്ട് കുറച്ച് നമ്മളുടെ മനസ്സിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെയൊക്കെ മനസ്സനുസരിച്ചിട്ട് ഇപ്പൊ നോവലായുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും തുടങ്ങാനുള്ള പ്രശ്നം, തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങാനുള്ള പ്രശ്നം, അതൊക്കെ കൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാൻ തോന്നില്ല. പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി 10 മണി കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ നോക്കും, ഒരു ക്ലാസ് ആയല്ലോ എന്ന് പറഞ്ഞ് ചാടി നമ്മൾ കയറി. അത് അത് ഈ ക്ലാസ്സിന്റെ പ്രത്യേകതയാണ്. അതായത് ഞാനൊരു പ്രൊമോഷന് വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഒന്നുമല്ല പറയണേ, ഇത് കയറി മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അത്ര ഉള്ളൂ എനിക്ക് പറയാൻ. ശരിക്കും സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക, അവനവൻ എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് ഉപയോഗിക്കാം. ലൈഫ് ലോങ് അത് ലൈഫ് ലോങ് എനിക്കത് ശരിക്കും നമ്മൾ അത് ക്ലാസ് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനിടയിൽ പ്രാക്ടീസ് സെഷൻസും ഉണ്ട്. അത് രസമാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് ക്ലാസ്സിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിഫ്റ്റഡ് സെഷനൊക്കെ കിട്ടും. അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ ഭയങ്കര രസമാണ്. അത് നമുക്ക് നമ്മളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രശ്നം വെച്ചിട്ടൊരു ഗിഫ്റ്റഡ് സെഷൻ വരും. അത് ആ സമയത്ത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, ഇന്ന രീതിയിൽ ഇന്നതാണ് പ്രശ്നം എന്നൊക്കെ. അതൊക്കെ രസമാണ്. എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാനിവിടെ അങ്ങ് പറഞ്ഞ് തകർത്തേനെ. എന്തായാലും അടിപൊളി ക്ലാസ്സാണ്. എൻജോയ് ചെയ്യാം, ലൈഫ് ചേഞ്ച് ആവും. അത്രയും താങ്ക് യു. സോ ഇത് ഇപ്പം ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നതാണ്, ഇവർ ഓൾറെഡി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റഡ് സെഷൻ എപ്പോഴും കൊടുക്കലുണ്ട്. ഇനി ഒരു ഗിഫ്റ്റഡ് സെഷനും കൂടി ഉണ്ട് അവർക്ക്. അത് ഇവരിടക്കിടയ്ക്ക് ഇവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഇത് ഈ ബ്രേക്ക് ദ ലൂപ്പിൽ ഉള്ളതല്ലാതെ എക്സ്ട്രാ ഒരു കാര്യം കൊടുക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതൊരു സെഷൻ ആക്കിയിട്ട് ഞാൻ ഓരോ ദിവസവും കൊടുക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഇത്ര ഈസി ആക്കി തരുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾക്ക് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞ് അതിന് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. സെയിം ടാസ്ക് നിങ്ങൾക്ക് തരും ചെയ്യാനായിട്ട് ഗിഫ്റ്റഡ് സെഷൻസ്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ പോലും അറിയില്ല നമ്മളുടെ യാത്ര പോകുന്നത്. അതാണ് ഈ ക്ലാസ്സിന് ഏറ്റവും വലിയ പ്രത്യേകത. എക്സ്പ്ലനേഷൻ കുറവാണ്. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഹാൻഡ് പിടിക്കും. അല്ലെങ്കിൽ തന്നെ സ്കൂളിലൊക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്ലാനാവില്ല. പക്ഷെ ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് 1, 2, 3 നോട്ട് ചെയ്തതായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പം. സോ ഇത് ബ്രേക്ക് ദ ലൂപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ October 9th തുടങ്ങുകയാണ് രജിസ്ട്രേഷൻസ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് അപ് ടു യു. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടാവും. സോ ബി റെഡി. നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇട്ടുതരാം. നമുക്ക് അതുപോലെ ചെയ്യാം. ഓക്കെ. സോ ഇന്നത്തെ ഈ സെഷനെ കുറിച്ചിട്ട് 1-2 വാക്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ക്ലാസിന്റെ ടൈം എന്ന് പറയോ ഇനി നെക്സ്റ്റ് ബാച്ചിന്റെ? രാത്രി 10:30 ആയിരിക്കും. ഓൾമോസ്റ്റ് 10 അല്ല 10:30. 10:30 തുടങ്ങി 1 അവർ ആയിരിക്കും. 1 അവർ ആയിരിക്കും 11:30 വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ. ചിലപ്പോ മിക്കവാറും 1 മണിക്കൂറൊന്നും പോകുന്നില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. അതിനുള്ള 1 മണിക്കൂറൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. കാരണം വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്പായിട്ടാ പറയുക. വളരെ ചെറിയ ഒരു ടോപ്പിക് എടുത്തിട്ട് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു നമ്മൾ നിർത്തും.
അത്രേ ഉള്ളൂ. വളരെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പക്ഷെ വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ 2 ബാച്ചായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയാണോ? മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം. എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാണ്ടില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഹൊപ്പോണോപോണോന്റെ റേറ്റ് ഒക്കെ എങ്ങനെ മാഡം? റേറ്റ് 999 ആണ് 30 ദിവസത്തേക്ക്. 30 ദിവസം. 30 ദിവസത്തേക്ക് ഡെയിലി എല്ലാ ദിവസവും ഒരു ഗ്യാപ്പും ഇല്ലാണ്ടാണ് ക്ലാസ് ഉണ്ടാവുക. എല്ലാം റെക്കോർഡഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ആ ടൈമിന് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ലൈവ് പങ്കെടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇല്ല, ഇനി ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് സെഷന് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോ വറീസ്, എല്ലാ ദിവസവും റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടും. ഓക്കെ. അപ്പോ എത്രത്തോളം അവിടെ ഡിഫറൻസ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഫ്രം ദ ഡേ ഒരു 1 or 2 ഡേ മുതൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് 999 നിങ്ങൾക്ക് ലാഭമാണ്. ബാക്കി കിട്ടുന്ന 25 ദിവസം നിങ്ങൾക്ക് ബോണസ് ആണ്. ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മുതലാവും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, എന്റെ ബാച്ചിലെ പിള്ളേർ തന്നെ പറയുന്നത്. അപ്പോ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ എന്റെ പ്രോഗ്രാം ആയതുകൊണ്ടല്ല, എല്ലാവർക്കും അത് ആവശ്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് മാത്രം മിസ് ചെയ്താൽ മതി. എനിക്ക് വെറുതെ ഈ ഒരു സെഷൻ എനിക്ക് പ്രാക്ടീസ് സെഷൻ വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യം. കാരണം ഒരു 999 എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിലാണ് കാര്യം. ആസ് എ പേഴ്സൺ നമുക്ക് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്ത് പോവാം. ഓക്കെ. എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിലും. എന്നോട്ടാ ക്ലാസ് തുടങ്ങുന്നത്? നമ്മൾ ഒക്ടോബർ 9 തീയതി. സോണിയ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സോണിയക്ക് ഞാൻ പേഴ്സണലി രജിസ്ട്രേഷൻ ലിങ്ക് അയക്കാം. ഓക്കെ. ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയണേ. ഓക്കെ. അപ്പൊ മാം ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ? പറഞ്ഞു ചോദിച്ചു. ഇതിപ്പോ EFT, ആങ്കറിങ്, അതുപോലെ തന്നെ ഹൊപ്പോണോപോണോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഓരോ ദിവസം ഓരോ പ്രാക്ടീസ്, ഓരോ ദിവസം ഓരോന്നായിരിക്കും. നമുക്ക് ഹോപ്നോപ്നോ മിക്കവാറും ഹോപ്നോപ്നോ EFT ഒക്കെ EFT 2 ദിവസമൊക്കെ കൊടുക്കുക. കാരണം ഹോപ്നോപ്നോനെ കുറിച്ചിട്ടും ചെയ്യാനുണ്ട്, EFTയും ചെയ്യാനുണ്ട്. ഈ പറയുന്ന ഒരുപാട് മെത്തേഡ്സ് അല്ലാണ്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലുണ്ട് കാര്യങ്ങൾ. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ ഹോപ്നോപ്നോ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് EFT പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അത് നമ്മൾ മാമിന്റെ ഒരു വീഡിയോ അഫർമേഷൻ 3 ടൈപ്പ് അഫർമേഷൻ വേണമെന്നല്ലേ മാഡത്തിന്റെ വീഡിയോ തന്നെയാണ് ഞാൻ കണ്ടത്. 3 ടൈപ്പ് അഫർമേഷൻ വേണം എന്ന് പറഞ്ഞു കേട്ടു. 12 അഫർമേഷൻ അങ്ങനെയല്ലേ? ഹെൽത്ത് റിലേഷൻഷിപ്പ്, കരിയർ മണി, അതിന് ഹെൽത്ത് റിലേഷൻഷിപ്പ്, കരിയർ മണി, ഈ പറയുന്ന അഫർമേഷൻസും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ എൻഡ് ഓഫ് ദ ബ്രേക്ക് ദ ലൂപ്പിലാണ് ഉണ്ടാവുക. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും ശരി, വിഷ്വലൈസേഷൻ ആണെങ്കിലും ശരി, അഫർമേഷൻ ആണെങ്കിലും ശരി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മളുടെ ഉള്ളിലുള്ള ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ മാറണം. ഇത്രയും പ്രശ്നങ്ങൾ നമ്മളെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നമ്മളെ ക്ലെൻസ് ചെയ്യാതെയാണ് നമ്മൾ അഫർമേഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇതൊന്നും ലിറ്ററലി വർക്ക് ചെയ്യൂല. അപ്പൊ നമ്മൾ പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. ഞാൻ എത്ര അഫർമേഷൻസ് പറയുന്നു, അത് വർക്കാവുന്നില്ല. ഞാൻ എത്ര വിഷ്വലൈസ് ചെയ്യുന്നു, വർക്കാവുന്നില്ല. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ് വർക്കാവാത്തത്? അതിന് കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ എനർജി പ്രോപ്പർ ആവണം, നമ്മുടെ ഫ്രീക്വൻസി പ്രോപ്പർ ആവണം. നമ്മളുടെ എന്താണോ നമുക്ക് വേണ്ടത് അതിനോട് ഈക്വലന്റ് ആയിരിക്കണം നമ്മുടെ എനർജി. അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, എനിക്കിപ്പം ഒരു ജോലി വേണം, എനിക്ക് ഇത്രയും രൂപ, എനിക്കൊരു ഡ്രീം ജോബ് ഉണ്ട്, എനിക്ക് പക്ഷെ ഡ്രീം ജോബ് കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഞാൻ ക്വാളിഫൈഡ് ആണ്, എല്ലാമാണ്, പക്ഷെ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. വൈ?
അപ്പൊ ഞാൻ കുറെ അഫർമേഷൻസ് എഴുതി, എനിക്ക് നമ്മുടെ 25,000, എനിക്ക് 1,00,000 രൂപയുടെ ജോലി കിട്ടി, എനിക്ക് 1,00,000 രൂപയുടെ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഫർമേഷൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോൾ പേടി, കിട്ടുമെന്നുള്ള ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോൾ പേടി, സംശയം. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ വിറയ്ക്കും നമ്മള്. നമുക്ക് മര്യാദക്ക് പേടിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല. പഠിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റും. ഇനി എല്ലാം കഴിഞ്ഞാലും നമുക്ക് മര്യാദക്ക് പെർഫോം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഈ പ്രോസസ്സിൽ, ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്ക് പേടി നിൽക്കുന്നുണ്ട്, സംശയം നിൽക്കുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ തീവ്രത എത്രത്തോളം ഉണ്ട്, ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, വെരി ഹൈ ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല, നമുക്ക് ഡൗട്ടാണ്, നമുക്ക് പേടിയാണ്. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ എനർജി എന്തായി മാറും? ഡൗൺ ആവും. ഒബ്വിയസ്ലി ലോ എനർജിയാണ് അല്ലേ? അപ്പൊ എനർജി നോക്കുവാണെങ്കിൽ ലോ എനർജി. എന്നിട്ട് നമ്മൾ അഫർമേഷൻ പറയുകയാണെങ്കിൽ എനിക്ക് 1,00,000 രൂപയുടെ സാലറി കിട്ടി, എനിക്ക് 1,00,000 രൂപയുടെ സാലറി കിട്ടി. എങ്ങനെ കിട്ടും? കിട്ടില്ല. നമ്മുടെ ഗോളും നമ്മുടെ എനർജിയും മിസ്മാച്ച് ആയിപ്പോയി. രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഈ അഫർമേഷൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യൂ? ഇല്ല. അപ്പൊ എന്തിന്റെ കുഴപ്പമാണ്? ലോ ഓഫ് അട്രാക്ഷന്റെ കുഴപ്പമാണോ നമ്മുടെ എനർജിന്റെ കുഴപ്പമാണോ? നമ്മുടെ എനർജിയുടെ പ്രോബ്ലം. സോ ആദ്യം തന്നെ നമ്മുടെ എനർജി കറക്റ്റ് ആക്കും. അതുകൊണ്ടാണ് ബ്രേക്ക് ദ ലൂപ്പിൽ എൻഡിലാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണർ ആണ്, എനിക്ക് വേണമെങ്കിൽ ആദ്യമേ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഞാൻ ആദ്യമേ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കറിയാം ട്രിഗറിങ് നോക്കണം, ഇമോഷൻസ് നോക്കണം, തോട്ട്സ് നോക്കണം, ബിലീഫ് സിസ്റ്റം നോക്കണം, ആക്ഷൻസ് നോക്കിയതിന് ശേഷം മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അത് എനിക്കറിയാം മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയാ, നമ്മള് വെറുതെ എന്തോ പറയല്ലോ, അതും ഒന്ന് ഹീൽഡ് ആവാണ്ട് നമ്മള് ഫോർഗീവ് ചെയ്യാതെ, അതുപോലെ ഫോർഗീവ്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫോർഗീവ് ചെയ്യാണ്ട് നമുക്ക് എന്ത് അഫർമേഷനോ അല്ലെങ്കിൽ വേറെ ടെക്നിക്സോ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. എന്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്കറിയാം. അതെ. ഫോർഗീവ്നെസ് മാത്രമല്ല, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ ഹൈ എനർജിയാ. ഗ്രാറ്റിറ്റ്യൂഡ് വേണം, നമുക്ക് ഹാപ്പി ആയിരിക്കണം, ഫോർഗീവ്നെസ് വേണം, കാം സ്റ്റേജ് ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഫീൽ ചെയ്യണ്ടേ നമുക്ക്? സന്തോഷം ചുറ്റിനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് എനിക്കൊരു ക്ലയന്റ് വന്നായിരുന്നു. അവർക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു കുഴപ്പമില്ല അവർക്ക് ഹാപ്പിയാണ്. പക്ഷെ ആ ഹാപ്പിനെസ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് പേടിയാണ്, ഇത് പോവോ, ഈ ഒരു ഹാപ്പിനെസ് പോവോ, ഞാനിത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാല് ഇത് നഷ്ടപ്പെട്ടു പോവോന്ന് പേടി. പിന്നെ എങ്ങനെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും? അവർക്ക് തന്നെ അറിയാം അത് ആവശ്യമില്ല എന്നൊന്നും. പക്ഷെ ഈ കോൺസ്റ്റന്റ്ലി ഫീൽഡ് ആയിട്ട് അതെനിക്ക് ലൂസ് ചെയ്ത് പോയാലോ, ഈ ഒരു തോട്ടാണ്. ഈ ഒരു തോട്ട് ഉള്ളിലുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യും അവർക്ക്. ഡെഫിനറ്റ്ലി എന്താ മാറ്റേണ്ടത്? ആ എനർജി ചേഞ്ച് മാറ്റണം. അപ്പൊ എനർജി പ്രോപ്പർ ആയിട്ട് അലൈൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമ്മൾക്ക് ഇതൊക്കെ അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും. നല്ല കാര്യം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ പ്രശ്നത്തിനല്ല സോൾവ് ചെയ്യേണ്ടത്, നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രീക്വൻസിനെയാണ്. അതാണെന്ന് തോന്നുന്നു. അതെ, അതായത് നമ്മളെ പ്രോബ്ലംസ് എന്നും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ 30 ദിവസത്തെ ബ്രേക്ക് ദ ലൂപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ വേറെ എൻറ്റയർലി ന്യൂ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും. നമ്മളിപ്പൊ കാണുന്ന ഈ ഒരു കണ്ണടയിലൂടെ അല്ല കാണുക, ക്ലിയർ ആയിട്ടൊരു നല്ലൊരു വിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലത്തെ കാണുന്ന രീതി മാറും, അവിടെ എടുക്കേണ്ട ആക്ഷൻസ് മാറും, ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആൻഡ് വൈസ് ആൻഡ് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ലൈഫിനെ കുറിച്ച്, ഒരു ന്യൂ വിഷൻ ഉണ്ടാവും ലൈഫിനെ കുറിച്ച്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് ഒരു ഓവർനൈറ്റിൽ നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് 30 ദിവസത്തേക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, എനിത്തിങ് എൽസ്? ഇല്ല, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതുവരെ.
ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു മാം. ഇത്രയും സിമ്പിൾ ആയിട്ട് നോ പറയാൻ പറ്റുന്നു മാം. രാവിലെ ഞാൻ വിളിച്ചപ്പോ മാം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും സിമ്പിൾ ആയിട്ട് നോ പറയാൻ പറ്റുന്നു. എല്ലാം ഇത്ര സിമ്പിൾ ആണ്. നമ്മള് പക്ഷെ അത് നമ്മളെ നോക്കുന്നപ്പോ നമ്മള് നമ്മളൊരു നമ്മുടെ തോട്ട് പ്രോസസ് തന്നെ മാറ്റി കഴിഞ്ഞാൽ തന്നെ എല്ലാം സിമ്പിൾ ആയി തുടങ്ങും. ഇപ്പൊ നമുക്ക് എല്ലാം ഇനി അങ്ങനെ പോവാം. നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രാക്ടീസ് സെഷനിൽ കാണാം. ബ്രേക്ക് ദ ലൂപ്പ് ജേർണിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഞാൻ രജിസ്ട്രേഷൻ ലിങ്ക് തരാം. സോണിയ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാഡം, എനിക്ക് തന്നാ മതി, ലിങ്ക് ഓക്കെ, അയച്ചാൽ മതി. ഞാൻ ലിങ്ക് അയക്കാം. ഓക്കെ, സോ രശ്മി ഓക്കെ മാം, താങ്ക് യു. ബൈ. എല്ലാവരോടും ബൈ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.